മരിച്ചുപോയ ശ്രീ ലോറൻസ് എന്ന ലോറൻസ് ചേട്ടൻ്റെ മൃതദേഹം അടക്കുന്നതിനെ ചൊല്ലി വലിയ ഉന്തും തള്ളും കോലാഹലവും ഉണ്ടായി. വളരെ ദുഃഖകരമായ സംഭവമാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുകൂലിയൊന്നുമല്ല. ബട്ട് ഈ മരണാന്തരാനി വൈരാണി എന്നൊക്കെ പറയുമല്ലോ, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകൾ ഒക്കെയുണ്ട്. അത് ലോറൻസ് ചേട്ടനോടും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും സമൂഹവും കാണിച്ചേ മതിയാകും. അത് ആ വീട്ടുകാർ കാണിച്ചില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിപ്പോയി. അവർക്കത് ചെയ്യാൻ, അങ്ങനെയൊക്കെ പെരുമാറാൻ ഒരു കാരണം രാഷ്ട്രീയമാണ്. വാസ്തവത്തിൽ സംഭവിച്ചതെന്താ? ഇദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസ്, അവരുടെ മകൻ അയാൾ BJPയിൽ ചേർന്നു. താമസിയാതെ അമ്മ ആശ ലോറൻസും BJPയിൽ ചേർന്നു. ലോറൻസ് ചേട്ടന് അതിലൊരു അതൃപ്തി ഉണ്ടായി. പുള്ളി പറയുകയൊക്കെ ചെയ്തു, വേണ്ടായിരുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് വയസ്സായി കഴിഞ്ഞിരുന്നു. ഒരു വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാത്തിനെയും ദയയോടെ കാണാൻ തുടങ്ങുമല്ലോ. ശരി, പോട്ടെ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം അതങ്ങ് വിട്ടു. അതേസമയം അദ്ദേഹത്തിൻ്റെ മകൻ സജീവൻ CPMൽ തന്നെ തുടർന്നു. അയാൾ CPM കാരനാണ്. ഇതാണ് ഈ വഴക്കിൻ്റെ അന്തർധാര. ഇതാണ് നിർഭാഗ്യകരമാണ്, പക്ഷേ സത്യം അതാണ്. ഏതായാലും ഉന്തും തള്ളും വഴക്കും ഒക്കെ നടന്ന സ്ഥിതിക്ക് നമുക്കതൊന്ന് പരിശോധിച്ചല്ലേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനൊരു പരിശോധന അസ്ഥാനത്താണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അസ്ഥാനത്തല്ല, സ്ഥാനത്ത് തന്നെയാണ്. അവർ തമ്മിലുള്ള വാക്കുതർക്കം ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായി. ആ വിധിയെ തുടർന്ന് ലോറൻസ് ചേട്ടൻ്റെ മൃതദേഹം മോർച്ചറിയിൽ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ മോർച്ചറിയിൽ ഇരിക്കുകയാണ്. ഇനിയും 3-4 ദിവസമോ ഒരാഴ്ചയോ ഒക്കെ എടുത്തു എന്ന് വരും തർക്കം തീർക്കാനായിട്ട്. അങ്ങനെയൊന്നും ഒരു മൃതദേഹത്തോട് ചെയ്തു കൂടാത്തതാണ്. പക്ഷേ ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അപ്പം ഞാൻ ഹൈക്കോടതിയുടെ ആ വിധിയെടുത്തു. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ വിധി കയ്യിലെത്താതെ സംസാരിക്കാറില്ല എന്നറിയാമല്ലോ. അപ്പം ഞാൻ 23rd day of September 23 ജസ്റ്റിസ് VG അരുൺ ഈ തർക്കത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചു. അന്ന് തന്നെ ഫയൽ ചെയ്ത കേസിൽ അന്ന് തന്നെ കോടതി വിധി പറയുകയായിരുന്നു. അതിൽ പരാതിക്കാരി ആശ ലോറൻസ്, 54 വയസ്സ്, ഡോട്ടർ ഓഫ് ലോറൻസ്. എതിർകക്ഷികൾ സംസ്ഥാന സർക്കാർ, DIG, എറണാകുളം കസബ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അതിൻ്റെ പ്രിൻസിപ്പൽ, പിന്നെ ML സജീവൻ ലോറൻസിൻ്റെ മകൻ, സുജാത ബോബൻ ലോറൻസിൻ്റെ വേറൊരു മകൾ, പിന്നെ എതിർകക്ഷി വികാർ, സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച്, കറുത്തൃക്കടവ്, കലൂർ, എറണാകുളം. പള്ളി വികാരിയെ എതിർകക്ഷിയാക്കിയിട്ടുണ്ട്. 8ാമത്തെ എതിർകക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് ഡിസ്ട്രിക്ട് സെക്രട്ടറി, ലെനിൻ സെൻറ്റർ, കലൂർ. ഇതാണ് എതിർകക്ഷികൾ. മാർക്സിസ്റ്റ് പാർട്ടിയെയും എതിർകക്ഷിയാക്കിയിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് വളരെ ചെറുതാണ്. ഞാനതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം. പരാതിക്കാരി, ഹർജിക്കാരി ലോറൻസിൻ്റെ മകളാണ്. ലോറൻസ് ഒരു വെറ്ററൻ കമ്മ്യൂണിസ്റ്റ് ലീഡറാണ്. അദ്ദേഹം സെപ്റ്റംബർ 21 മരിച്ചു. പരാതി എന്താണെന്ന് വെച്ചാൽ, ഈ പാർട്ടിയും ഇവരുടെ മകനും ഒക്കെ ചേർന്ന് ലോറൻസിൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ലോറൻസിൻ്റെ 2 മക്കൾ പറയുന്നത്, അപ്പൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ മരിച്ചാൽ എൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞതേ ഉള്ളൂ, എഴുതിയൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് ഇവർ പറയുന്നത് ഇദ്ദേഹം മരിക്കുന്നത് വരെ
ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ, കറുത്തർക്കടവിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ മെമ്പറായിരുന്നു. ഡിസീസ്ഡ് കണ്ടിന്യൂഡ് ടു ബി എ മെമ്പർ ഓഫ് ദ പാരിഷ് ഓഫ് സെവൻത് റെസ്പോണ്ടൻറ്റ് ചർച്ച്. മരിക്കുന്നത് വരെ ഹി കണ്ടിന്യൂ ടു ബി എ മെമ്പർ ഓഫ് ദ ചർച്ച്. അങ്ങനെയുള്ള ഒരാൾ, മരണം വരെ പള്ളിയിലെ അംഗമായിട്ട് തുടർന്ന ഒരാൾ, അയാളുടെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം എന്ന് പറയില്ല. ഇനി അഥവാ പറഞ്ഞെങ്കിൽ രണ്ടുപേരോട് മാത്രം പറയുകയും എന്നോട് പറയാതിരിക്കുകയും ചെയ്യാൻ കാര്യം എന്താ? ഞാനും മകളാണല്ല, എന്നോടും പറയുമല്ലോ, ഇടീ ഇന്ന മാതിരിയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്ന് പറയുമല്ല. എഴുതി വച്ചിട്ടുമില്ല, ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് വിശ്വസിക്കും? രണ്ടുപേര് കൂടി ചേർന്ന് അവർ രണ്ടുപേരും പാർട്ടിക്കാരാണ്, ഞാൻ വേറൊരു പാർട്ടിയിൽ. സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടിയുടെ ഇതനുസരിച്ച് അവർ നിരീശ്വരവാദികളും ഒക്കെ ആണെന്നാണല്ലോ സങ്കല്പം. ഇപ്പം അത്ര വലിയ വാശിയൊന്നും ഇല്ലെങ്കിലും ഈ കാര്യത്തിൽ CPM ഒരു വാശിയുണ്ട്. കാരണം അവരുടെ വലിയൊരു നേതാവ്, അവർ തന്നെ പാര വെച്ചും പുറകിൽ നിന്ന് കുത്തിയുമൊക്കെ തീരെ ചെറിയ നേതാവായി ഇദ്ദേഹം. ബട്ട് സ്റ്റിൽ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയിലെ വലിയൊരു നേതാവാണ് MM ലോറൻസ്. അങ്ങനെയുള്ള ഒരാളിനെ പള്ളിയിൽ അടക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഒരു ക്ഷീണമാണ്. ഇതാണ് പാർട്ടിയുടെ പ്രശ്നം. അപ്പോൾ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചെടുത്ത് വഴക്കുണ്ടാകുകയും ഈ സ്ത്രീക്കെതിരെ ജനാധിപത്യ മഹിളാ ഫെഡറേഷൻകാർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു, കുറേ സ്ത്രീകൾ കൂടിയിട്ട്. അതൊരു ഓർഗനൈസ്ഡ് പ്രോഗ്രാമായിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്? അത്രയും സ്ത്രീകൾ പെട്ടെന്ന് എങ്ങനെ വന്നു ആ സമയത്ത്? അതിലൊക്കെ ഒരു ഡിസൈൻ കാണുന്നുണ്ട് പാർട്ടിയുടെ. എന്തുവായിക്കോട്ടെ, അവർ വഴക്കും പ്രശ്നമൊക്കെയായി അവസാനം മൃതദേഹം മോർച്ചറിയിൽ വയ്ക്കാൻ തീരുമാനമായി. അപ്പോൾ കോടതി ഇതിൽ എടുത്ത സ്റ്റാൻഡ് കേരള അനാട്ടമി ആക്ട് എന്ന് പറഞ്ഞിട്ട് 1957 പാസ്സാക്കിയ കേരളത്തിലെ ഒരു നിയമമുണ്ട്. ഒരാളുടെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന ആക്റ്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ ആക്ടിൻ്റെ കോണ്ടെക്സ്ച്വലി റെലവൻറ്റ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 4A, സെക്ഷൻ 4Aയുടെ സബ്സെക്ഷൻ 1, അത് കോടതി വിധിയിൽ അദ്ദേഹം കോട്ട് ചെയ്യുന്നു. ടേക്കിംഗ് പൊസഷൻ ഓഫ് ഡെഡ് ബോഡീസ് വിത്ത് ദ പ്രിയർ കൺസെൻറ്റ് ഓഫ് ഡിസീസ്ഡ് പേഴ്സൺസ്. പ്രിയർ കൺസെൻറ്റോടുകൂടി, മുൻകൂർ അനുമതിയോടുകൂടി മരിച്ച ആളിൻ്റെ ഡെഡ് ബോഡി എടുക്കുന്ന വിധം, ഇതാണ് ആക്റ്റിൽ പറയുന്നത്. അതിലൊന്ന്, ഇഫ് എനി പേഴ്സൺ ഐദർ ഇൻ റൈറ്റിംഗ് അറ്റ് എനി ടൈം ഓർ ഓറലി ഇൻ ദ പ്രസൻസ് ഓഫ് 2 or more പേഴ്സൺസ് ഡ്യൂറിങ് ഹിസ് ലാസ്റ്റ് ഇൽനെസ്. ഇതാണ്. ഒന്നുകിൽ എൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠിക്കാനായിട്ട് കൊടുക്കണമെന്ന് എഴുതി വയ്ക്കണം, അല്ലെങ്കിൽ 2 അതിലധികമോ ആളുകളോട് ഇദ്ദേഹം പറഞ്ഞിരിക്കണം. എപ്പോൾ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അസുഖ കാലത്ത് ഇത് പറഞ്ഞിരിക്കണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകൃതമാണ്. അപ്പോൾ എഴുതി കൊടുക്കണം, എഴുതി വയ്ക്കണം എന്നില്ല. പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞിട്ടുണ്ട് എന്നാണ് സജീവൻ്റെയും മറ്റ് സഹോദരിയുടെയും വാദം. പറഞ്ഞിട്ടുമുണ്ട്, ഞങ്ങളിത് മെഡിക്കൽ കോളേജിലെ ഓതറൈസ്ഡ് ഓഫീസറുടെ മുമ്പിൽ എഴുതി കൊടുത്തിട്ടുമുണ്ട്, സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മെഡിക്കൽ കോളേജിന് കൈമാറണം. കോടതിക്ക് ഒരു ധർമ്മസങ്കടമുണ്ട്. കാരണം എഴുതി കിട്ടിയിട്ടില്ല, പറയുന്നത് സത്യമാണോ എന്ന് തിരിച്ചറിയാൻ മാർഗവുമില്ല. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വെരിഫൈ ചെയ്യാൻ എന്താ മാർഗം? അപ്പൻ മരിച്ചും പോയി ഇല്ലേ? അപ്പോൾ പിന്നെ വെരിഫൈ ചെയ്യുന്നത് എങ്ങനെ? നിയമത്തിലാണെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എഴുതി കൊടുക്കണമെന്നില്ല, പറഞ്ഞാലും മതി. 2 അതിലധികമോ ആൾക്കാരോട് പറയണം എന്നാണ്. ഇവിടെ 2 പേരോട് പറഞ്ഞിട്ടുണ്ട്, അതിലധികം ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ പെർഫെക്റ്റ്ലി ലീഗലി നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് ഈ ഡെഡ് ബോഡി കൊടുക്കണം. ബട്ട് എഴുതിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടും ഈ ഒബ്ജക്ഷൻ റേസ് ചെയ്തുകൊണ്ടും ഹൈക്കോടതി
മെഡിക്കൽ കോളേജിലെ ഈ ഓതറൈസ്ഡ് അതോറിറ്റി ഉണ്ട്, ഇത് ഡെഡ് ബോഡി ഏറ്റുവാങ്ങാനുള്ള അതോറിറ്റി ഉണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറായിരിക്കാം, പ്രിൻസിപ്പലായിരിക്കാം, ആരുമായിരിക്കാം. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ നിങ്ങൾക്ക് ഈ ബോഡി ഏറ്റെടുക്കാം. ബട്ട് നിങ്ങളത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ മൂന്നാമത്തെ അല്ലെങ്കിൽ പരാതിയുമായിട്ട് വന്നിരിക്കുന്ന ആശാ ലോറൻസ് എന്ന സ്ത്രീയുടെ വാദം കൂടെ നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് വേണം നിങ്ങൾ തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ആ തീരുമാനം എടുക്കുന്നത് വരെ ഇത് താൽക്കാലികമായി മോർച്ചറിയിൽ വയ്ക്കാൻ ഉത്തരവായി. ഇതാണ് ഹൈക്കോടതി ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പന്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ കയ്യിലാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി എന്തുമായിക്കോട്ടെ, 95 വയസ്സുള്ള വലിയൊരു നേതാവ് മരിച്ച് മൃതദേഹം മോർച്ചറിയിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ നെഞ്ചത്തടിച്ച് പറയുന്നു, അപ്പൻ ഇങ്ങനെ ചെയ്യില്ല, അപ്പൻ പള്ളിയിലായിരുന്നു, പള്ളിയുടെ മെമ്പറായിരുന്നു, പള്ളിയുടെ മെമ്പർഷിപ്പൊന്നും നിർത്തിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് അപ്പനെ പള്ളിയിൽ അടക്കം ചെയ്യണം. അതേസമയം മറ്റേ 2 പേര് പറയുന്നു, ഇല്ല ഞങ്ങളോട് പറഞ്ഞതാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു എടാ എന്നെ മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്ന് പറഞ്ഞതാണ്. എങ്ങനെ ഒരു തീരുമാനം പ്രിൻസിപ്പൽ എടുക്കും എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം വല്ലാതെ ധർമ്മസങ്കടത്തിലാവും. അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം അദ്ദേഹത്തിൻ്റെ മാത്രം ധർമ്മസങ്കടമാണ്. നമുക്കത് മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു ഉപദേശം നമ്മുടെ കയ്യിൽ ഇല്ല, ഇന്ന മാതിരി ചെയ്യാം. പിന്നെ എന്താ ഒരു മാർഗം എന്ന് ഞാൻ ആലോചിച്ച് ഞാൻ M.M. ലോറൻസിൻ്റെ ആത്മകഥ എടുത്തു. ആത്മകഥയിൽ ഇതേപ്പറ്റി എന്തെങ്കിലും പരാമർശമുണ്ടോ എന്ന് നോക്കി. മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി എന്ത് ചെയ്യണം എന്ന് ആത്മകഥയിൽ എഴുതിയിട്ടില്ല, അഥവാ എഴുതിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ കാര്യം അദ്ദേഹം വിശദമായിട്ട് തന്നെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ഇദ്ദേഹം കല്യാണം കഴിച്ചത് എടക്കൊച്ചി മേഖലയിൽ നിന്നാണ്. അവിടുത്തെ ഒരു സാമാന്യം പ്രശസ്തമായ വീട്ടിൽ നിന്നാണ്. ആ വീട്ടുകാരും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടിയെയാണ് ഇദ്ദേഹം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ആ ഭാഗം മാത്രം ഞാൻ വായിക്കാം. അന്ന് P. ഗംഗാധരനായിരുന്നു പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി. പാർട്ടിയുടെ താൽപ്പര്യപ്രകാരം ഞാനും E.K. നാരായണനും കൂടിയാണ് സണ്ണിയുടെ വീട്ടിൽ ജോണയെ കാണാൻ പോയത്. ജോണ എന്ന് പറയുന്നതാണ് M.M. ലോറൻസിൻ്റെ ഭാര്യ. അവരെ ബേബി എന്ന് വിളിക്കും, ജോണ എന്നാണ് ഒറിജിനൽ പേര്. ഇങ്ങനെ പോകാൻ വിചാരിച്ചപ്പോൾ ഞാൻ പോയി അന്വേഷിക്കട്ടെ എന്നായി അപ്പൻ. പാർട്ടിയൊന്നും വേണ്ട, ഞാൻ പോയി ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ചെല്ലാനത്തെ കരിപ്പായി എന്ന പ്രമാണിയെ അപ്പനറിയാം. അപ്പൻ അമ്മാവൻ്റെ സ്ഥാനത്തുള്ള ഔസേപ്പ് കുട്ടിയെയും കൂട്ടിയാണ് പോയത്. അപ്പനും താല്പര്യമായി, നല്ല കാര്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. ആദ്യം ടോമി എതിര് പറഞ്ഞു. ടോമി എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ചേട്ടൻ. ആ ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് അല്ല, ബാക്കി എല്ലാവരും ആ വീട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ ഈ ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. ടോമി എന്ത് ചെയ്തു? ഒരു നിർബന്ധം വെച്ചു, കല്യാണത്തിന് സമ്മതിക്കാം, പക്ഷേ പള്ളിയിൽ വെച്ചായിരിക്കണം. കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന ധാരണ വെച്ചാണ് ടോമി നിബന്ധന വെച്ചത്. ടോമി കല്യാണം പള്ളിയിൽ വെച്ചായാലും ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞപ്പോൾ ലോറൻസ് അതിന് സമ്മതിക്കുകയല്ലോ, അപ്പോൾ നടക്കില്ല കല്യാണം. ഇതായിരുന്നു ടോമിയുടെ പൊളിറ്റിക്സ്. പള്ളിയിൽ കല്യാണം നടത്തണമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാനും തയ്യാറായില്ല. ലോറൻസ് പ്രതീക്ഷിച്ച പോലെ ലോറൻസ് പറഞ്ഞു പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലോറൻസിൻ്റെ അപ്പൻ പള്ളിയിലെ ചീട്ട് വാങ്ങിയിരുന്നു. കല്യാണം കഴിക്കാനുള്ള ഒരു പെർമിഷൻ എന്നുള്ള നിലയ്ക്ക് അത് കഴിക്കാൻ ഉദ്ദേശമുണ്ടെന്നോ ചീട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ചീട്ട് വാങ്ങിയിരുന്നു. ഞാൻ നിലപാട് അറിയിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകാറില്ല, തൽക്കാലം പള്ളിയിൽ ചെന്ന് നീ കല്യാണം നടത്ത്, പിന്നീട് നിൻ്റെ ഇഷ്ടം പോലെ നടക്കാമല്ലോ. അപ്പോൾ അപ്പൻ, ലോറൻസിൻ്റെ അപ്പൻ പള്ളിയിൽ പോകാറില്ല,
നീ ഈ വഴക്കിനൊന്നും നിൽക്കേണ്ട, നീ പള്ളിയിൽ പോയി കല്യാണം കഴിക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചാൽ മതി, ഇതെന്താ ഇത്ര വലിയ കാര്യം? ഇതാണ് അപ്പൻ്റെ അഭിപ്രായം. പാർട്ടിയും ഇടപെട്ടു. പി ഗംഗാധരൻ അപ്പനോട് പറഞ്ഞു, പള്ളിയിൽ പോയി കല്യാണം കഴിച്ചോട്ടെ, കുഴപ്പമില്ല. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അന്ന് പറയുകയാണ്, പള്ളിയിൽ കല്യാണം നടത്തിക്കോ, കുഴപ്പമില്ല എന്ന് പറയും. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അതായിരുന്നു. ജില്ലാ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു. യോഗത്തിൽ ടി.കെ. രാമകൃഷ്ണൻ, കെ.എ. രാജൻ, സി.ടി. സേവ്യർ തുടങ്ങിയവരൊക്കെ ഉണ്ട്. അവസാനം വോട്ടിനിട്ട് പള്ളിയിൽ പോയി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എം ലോറൻസ് പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടന്നു. നിങ്ങളിതിൻ്റെയൊക്കെ ഒരു തമാശ ആലോചിച്ച് നോക്കി. എനിക്കറിയില്ല, ഇവർ പണ്ട് ഏതോ വോട്ടിനിട്ട് പ്രമേയം പാസ്സാക്കിയിരുന്നു. ചങ്ങമ്പുഴ കവിത എഴുതി നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീമാണ് അവരിത് ചെയ്തതിൽ ഇപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോൾ പാർട്ടിയിൽ വോട്ടിനിട്ടപ്പോൾ ഭൂരിപക്ഷം പള്ളിയിൽ വെച്ച് നടത്തട്ടെ എന്നായിരുന്നു. അങ്ങനെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം ലോറൻസിന് സമ്മതിച്ചു. പെണ്ണിൻ്റെ ഇടവക എന്ന് പറയുന്നത് ചെല്ലാനത്താണ്, അത് പടിഞ്ഞാറൻ കൊച്ചി. അവിടെ പറഞ്ഞ് അംഗീകാരം കിട്ടിയാൽ കല്യാണം നടക്കും. ഞങ്ങളുടെ പോഞ്ഞിക്കര പള്ളിയിൽ സെബാസ്റ്റ്യൻ പട്ടമനയായിരുന്നു വികാരി. അപ്പനുമായി വലിയ അടുപ്പത്തിലാണ്. അപ്പൻ പള്ളിയിൽ പോകാറില്ല, വിശ്വാസിയല്ല, യുക്തിവാദി, പൊതുകാര്യപ്രസക്തനുമായിരുന്നു. അപ്പനോട് പള്ളി വികാരിക്ക് സ്നേഹവും ബഹുമാനവുമായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഇടവക പള്ളിയിലെ അംഗീകാരം കിട്ടിയാലേ കല്യാണം നടക്കൂ. 2 ഇടവകകളുടെ അംഗീകാരം കിട്ടണം, എങ്കിലേ കല്യാണം നടക്കും. അംഗീകാരം കിട്ടാൻ പോഞ്ഞിക്കര പള്ളിയിലെ സെബാസ്റ്റ്യൻ അച്ഛനെ കാണാൻ ഞങ്ങൾ പോയി. അപ്പോൾ എം ലോറൻസ് പൂർണ്ണമായും മതത്തിന് കീഴടങ്ങി. പാർട്ടിയിലെ ഭൂരിപക്ഷം വെച്ച് പാർട്ടിയും മതത്തിന് കീഴടങ്ങി. അങ്ങനെ പള്ളി വഴിക്ക് തന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് അനുമതി വാങ്ങാനായിട്ട് അപ്പനും മകനും കൂടെ പോഞ്ഞിക്കര പള്ളിയിലെ സെബാസ്റ്റ്യൻ അച്ഛനെ കാണാൻ പോയി. കല്യാണം നടത്തണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം, കമ്മ്യൂണിസ്റ്റുകൾ ദൈവവിശ്വാസികളല്ല, നിഷേധികളായിരുന്നു എന്ന നിലപാടായിരുന്നു അച്ഛൻ്റെ. പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ വലിയ ലോഹ്യമൊക്കെയാണ്, ലോറൻസിനോട് അപ്പനോട് എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ്, അതുകൊണ്ട് പള്ളിയിൽ വെച്ചുള്ള കല്യാണം നടക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും, ഞാൻ കല്യാണം നടത്തിത്തരാം. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ലോറൻസ് പറഞ്ഞു. പ്രശ്നം തീർക്കാൻ അവിരാത്തരകനും PJ ആൻ്റണിയും എറണാകുളത്തെ കേരളഭൂഷണം പത്രത്തിൻ്റെ ലേഖകനായ തൃപ്പൂണിത്തുറക്കാരൻ MM പീറ്ററും തൃപ്പൂണിത്തുറ നടമേൽ പള്ളിയിലെ, അത് ബ്രാക്കറ്റിൽ യാക്കോബായ പള്ളി, നടമേൽ പള്ളിയിലെ വികാരിയെ ചെന്ന് കണ്ടു. അപ്പോൾ പ്രശ്നം രൂക്ഷമാണ്. പള്ളിയെല്ലാം ചെന്ന് വികാരിമാരെയൊക്കെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ലോറൻസിൻ്റെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തണം. ഞാൻ ചോദിക്കുന്നതേ, ലോറൻസിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ കാലത്ത് പാർട്ടിയിൽ കല്യാണം നടക്കുന്നത് എങ്ങനെയാണ്? ഒരു രക്തഹാരം അങ്ങോട്ട്, ഒരു രക്തഹാരം ഇങ്ങോട്ട്, ഇൻക്വിലാബ് സിന്ദാബാദ്. പിന്നെ വെടിയുണ്ടയ്ക്ക് മുമ്പിൽ വിരിമാറ് കാണിക്കുക, ഇതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീടുള്ളത്. ഇതാണ് പാർട്ടിയുടെ കല്യാണം. ഗൗരിയമ്മയും TV തോമസും തമ്മിൽ കല്യാണം കഴിച്ചത് പള്ളിയിൽ വെച്ചാണോ അമ്പലത്തിൽ വെച്ചാണോ? അല്ല, 2 സ്ഥലത്തും അല്ല. അവരിലൊക്കെ വളരെ ഇളയതാണ് MM ലോറൻസ്. ഗൗരിയമ്മ, MM നായർ, TV തോമസ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്, EMS അടക്കം. ഇത് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ജനറേഷൻ കമ്മ്യൂണിസ്റ്റുകളിൽപ്പെട്ട ഒരു പ്രൗഢഗംഭീരനായ ആളാണ് MM ലോറൻസ് എന്ന് പറയാം. അപ്പോൾ അവരുടെയൊക്കെ മാതൃകയുള്ളപ്പോൾ ഞാൻ പള്ളിയിലൊന്നും പോണില്ല. ഈ പെണ്ണിനെ ഞാൻ കെട്ടണമെങ്കിൽ ഒരു രക്തഹാര അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കെട്ടിക്കൊണ്ട് ഞാൻ പോകും, വെടിയുണ്ട മുമ്പിൽ വിരിമാറ് കാണിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഇറക്കിക്കൊണ്ട് പോകണ്ടേ? അവർ കൊടുത്തു വിടുകയും വേണ്ട. കാരണം ആ വീട്ടിൽ ഈ ടോമി അല്ലാതെ ബാക്കിയെല്ലാം കമ്മ്യൂണിസ്റ്റാണ്. ഇതിൻ്റെ അപ്പനും അമ്മയൊക്കെ കമ്മ്യൂണിസ്റ്റാണ് ഈ പെങ്കൊച്ചിൻ്റെ. എന്താ ലോറൻസ് ചെയ്യാൻ? അതിന് പകരം ലോറൻസ് നാട്ടിലെ ആൾക്കാരെ മുഴുവൻ ടി.കെ. രാമകൃഷ്ണനെ കേരളഭൂഷണത്തിൻ പത്രത്തിൻ്റെ ലേഖകനെ വിളിക്കുന്നു, MM പീറ്റർ തൃപ്പൂണിത്തുറ നടമേൽ പള്ളിയിലെ യാക്കോബായ പള്ളിയിലെ വികാരിയെ സ്വാധീനിക്കാൻ നോക്കുന്നു.
അങ്ങനെ വികാരിയെ ചെന്ന് കണ്ടു. ജനിച്ചപ്പോൾ മാമോദിസ മുക്കിയ പള്ളിയിലെ ചീട്ട് കൊണ്ടുവന്നാൽ കല്യാണത്തിന് അനുവാദം നൽകുന്ന സമ്മതപത്രം തരാമെന്നായി വികാരി. മാമോദിസ മുക്കിയ ചീട്ട് കൊണ്ടുവരണം, അത് കണ്ട് ബോധ്യപ്പെട്ടാൽ ഞാൻ കല്യാണത്തിൻ്റെ ചീട്ട് തരാം എന്നായി വികാരി. അത് വാങ്ങാൻ എൻ്റെ ജ്യേഷ്ഠൻ ജോർജ് പോയി. ജോർജ് ഈ ചീട്ട് വാങ്ങാനായിട്ട് പോയി. ചീട്ട് തരണമെങ്കിൽ ബിഷപ്പിൻ്റെ അനുവാദം വേണമെന്നായി ആ വികാരി. നോക്കണം, ഈ സഭ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുകയാണ് MM ലോറൻസിനെയും കുടുംബത്തെയും ഒരു കല്യാണം നടത്താനായിട്ട്. വലിയ വിപ്ലവകാരി, വലിയ വിപ്ലവ പ്രസ്ഥാനം, വെറും ഒരു രക്തഹാരം കൊണ്ട് കല്യാണം നിർവഹിക്കുന്ന ആൾക്കാർ, അവരൊക്കെ മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കുന്ന ചിത്രം MM ലോറൻസിൻ്റെ ആത്മകഥയിൽ MM ലോറൻസിൻ്റെ വാക്കുകളിൽ നിങ്ങൾ കേൾക്കുകയാണ്. ബിഷപ്പിൻ്റെ അനുവാദം വേണം. വികാരി ബിഷപ്പിന് കത്ത് തന്നു. ബിഷപ്പ് ബഹുരസികനാണ്. രസികനാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, രസികത്വം എന്താണെന്ന് ലോറൻസ് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അനുമതി കിട്ടി. 1959 മെയ് 25 ബേബിയുമായുള്ള എൻ്റെ വിവാഹം നടമേൽ പള്ളിയിൽ വെച്ച് നടന്നു. എത്ര കഷ്ടപ്പെട്ടു നോക്ക്. പഴയ മാമോദിസ മുക്കിയതിൻ്റെ ചീട്ടും കൂടെ ഹാജരാക്കി. ആ ചീട്ട് കിട്ടണമെങ്കിൽ ബിഷപ്പ് പറയണമെന്ന് പറഞ്ഞ് ബിഷപ്പിനെ പോയി കണ്ട്, ബിഷപ്പ് രസികനായ ബിഷപ്പ് വികാരിയോട് പറഞ്ഞു, ആ ചീട്ട് കൊടുക്ക് ലോറൻസിന്. എന്തൊക്കെ പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയല്ലേ എന്ന് പറഞ്ഞ് ആ ചീട്ട് കൊടുക്കുന്നു. ആ ചീട്ടുമായിട്ട് ഈ പള്ളിയിൽ പോയിട്ട് കല്യാണത്തിൻ്റെ ചീട്ട് വാങ്ങുന്നു. അവിടെ ചെല്ലാനത്തെ പള്ളിയിൽ അവർ ചീട്ട് വാങ്ങുന്നു. ഈ 2 ചീട്ടും ചേർത്തിട്ട് നമ്മുടെ നടമേൽ പള്ളിയിൽ വെച്ച് 1959 മെയ് 25 വിവാഹം നടക്കുന്നു. 59 ശേഷമാണ് എനിക്ക് തോന്നുന്നു ഗൗരിയമ്മയും ഇദ്ദേഹവും TV തോമസും തമ്മിലുള്ള വിവാഹം 59 ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതിന് മുമ്പ് തന്നെ കല്യാണം നടക്കും എന്നുള്ള സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ നാട്ടുനടപ്പ് എന്ന് പറയുന്നതാണ് ഈ സിനിമയിൽ വന്ന ഒരു രക്തഹാര അങ്ങോട്ട്, ഒരു രക്തഹാര ഇങ്ങോട്ട്. ഇദ്ദേഹം ഇത്ര വലിയ വിപ്ലവകാരിയാണെങ്കിൽ പള്ളിയോട് പോയി തോട് തേകാൻ പറയാമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ പോരെ? പെണ്ണ് തയ്യാറാണ്, പെണ്ണിൻ്റെ വീട്ടുകാർ തയ്യാറാണ്, പെണ്ണിൻ്റെ ചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തയ്യാറാണ്. പിന്നെ എന്താ? സ്വന്തം വീട്ടിലും ഒരു തടസ്സവുമില്ല. എന്നിട്ടും പള്ളി വഴിക്ക് തന്നെ പോട്ടെ കാര്യങ്ങൾ എന്നാണ് പാർട്ടിയും ലോറൻസും അന്ന് തീരുമാനിച്ചത്. ഇന്നെന്തിനാണ് ലോറൻസിനെ അടക്കം ചെയ്യുന്നതിൽ പാർട്ടിക്ക് പള്ളിയോട് വിരോധം? ഇന്നെന്തിനാണ്? അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗംഗാധരൻ, അദ്ദേഹത്തിന് ഇല്ലാത്ത വിരോധം ഇന്ന് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന മോഹൻ എന്തിനാണ്? ആശാ ലോറൻസ് നിരന്തരം പേര് പറയുന്നത് മോഹനൻ്റെയാണ്. മോഹനാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. മോഹനാണ് ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം, അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുള്ള ഐഡിയ കൊടുത്തത്. അത് ഞാൻ BJP ആയതുകൊണ്ടാണ്. ആശാ ലോറൻസ് BJPയിൽ ചേർന്നതിൻ്റെ കുറ്റം MM ലോറൻസിൻ്റെ തലയിൽ വെച്ച് കെട്ടാമോ വയസ്സുകാലത്ത്? ഇല്ല, അത് മര്യാദയില്ലല്ലോ. അപ്പോൾ ഈ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മതത്തെ കണ്ടിരുന്നത് എങ്ങനെയാണ്? അത്ര നിഷ്ഠയുള്ള, അത്ര വ്യക്തതയുള്ള ഒരു നിരീശ്വരവാദിയൊന്നും ആയിരുന്നില്ല MM ലോറൻസ്. ഫ്ലെക്സിബിൾ ആൾ. പലരും അങ്ങനെയുണ്ടല്ലോ, മതത്തിൻ്റെ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കല്യാണം നടക്കണത്രയല്ലേ ഉള്ളൂ, അതിന് പള്ളിയിലാണോ? ഞാൻ വരാമല്ലോ, ബിഷപ്പിനെ കാണാം, അതുകൊണ്ടെന്താ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും അയാളുടെ മൃതദേഹം പള്ളിയിൽ അടക്കം ചെയ്യാനേ ആഗ്രഹിക്കുകയുള്ളൂ, ഇല്ലേ? അത് എഴുതിയൊന്നും വെച്ച് കാണില്ല. ബട്ട് നാച്ചുറലി ഈ 1959 അദ്ദേഹം സഭയോടും പള്ളിയോടും കാണിച്ച ആ വിധേയത്വം ഉണ്ടല്ലോ, ആ വിധേയത്വം ഇടയ്ക്ക് വെച്ച് ഇല്ലാതാവാനായിട്ട് പ്രത്യേകിച്ചൊരു കാര്യവും ഉണ്ടാകുന്നില്ല. MM ലോറൻസ് ഒരുപാട് സമരങ്ങളും യുദ്ധങ്ങളും ഒക്കെ ചെയ്തു. അതൊന്നും തന്നെ ക്രൈസ്തവ സഭയോടായിരുന്നില്ല. ഒരു കാരണവശാലും ഇവർ തമ്മിൽ പെശകിയിട്ടുമില്ല. ഈ 1959 എന്നൊക്കെ പറയുന്നത് വിമോചന സമരത്തിൻ്റെ കാലമാണ്. ക്രൈസ്തവ സഭകൾ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് ഏറ്റുമുട്ടി നിൽക്കുന്ന സമയമാണ് വിമോചന സമരത്തിൻ്റെ സമയം. അപ്പോൾ ആ സമയത്തും സഭയ്ക്ക് കീഴടങ്ങാൻ ലോറൻസ് തയ്യാറായെങ്കിൽ ഈ വയസ്സുകാലത്ത് അദ്ദേഹം എന്തിന് മെഡിക്കൽ കോളേജിനോടൊരു താല്പര്യം കാണിക്കണം?
ഞാനിത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു 6-7 വർഷം മുമ്പ് എനിക്കറിയാവുന്ന വൃദ്ധനായ ഒരാൾ എറണാകുളത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയെ സമീപിക്കുന്നു. ആ പേര് ഞാൻ പറയുന്നത് ശരിയല്ല. അദ്ദേഹം പറയുന്നു, എൻ്റെ ഡെഡ് ബോഡി ഞാൻ ഇവിടെ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ് പിള്ളേർക്ക് പഠിക്കാനായിട്ട്. അതിനെന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത്, ചേട്ടാ, ഇപ്പോൾ ഡെഡ് ബോഡിക്ക് ക്ഷാമമൊന്നുമില്ല. ഒരു മെഡിക്കൽ കോളേജിലും ഡെഡ് ബോഡിയുടെ ആവശ്യമില്ല. പണ്ടൊക്കെയാണ് സിമിത്തേരി കുഴിച്ച് ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ്. അതൊന്നും ഇപ്പോഴില്ല. ഈ അനാഥ ശവങ്ങൾ ഒരുപാട് കിട്ടാനുണ്ട്. ആരും ക്ലെയിം ചെയ്യാനില്ല. അതിൻ്റെ പ്രത്യേക പീരീഡും നിയമമൊക്കെ ഉണ്ട്. എത്ര കാലം ഈ ഡെഡ് ബോഡി വെച്ചുകൊണ്ടിരിക്കണം. ആരും ക്ലെയിം ചെയ്തില്ലെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്യണ്ടേ? ഇത് അനന്തകാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നിയമമുണ്ട്. അത് കഴിയുമ്പോൾ ഡിസ്പോസ് ചെയ്യും. ഇത്തരം ബോഡികൾ മെഡിക്കൽ കോളേജിലെല്ലാം കിട്ടിക്കഴിഞ്ഞു. നമ്പർ 2, ഇപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ ആവശ്യമേ ഇല്ല ഈ അനാട്ടമി പഠിക്കാനായിട്ട്. കാരണം ഇത് 3Dയിൽ ഇതിലും ഭംഗിയായിട്ട് തൊടാവുന്ന രീതിയിൽ കമ്പ്യൂട്ടറിൽ കാണും. പല ആംഗിളിൽ ബോഡി കാണാൻ പറ്റും. നഗ്നനേത്രങ്ങൾക്ക് കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും സൂം ചെയ്ത് കമ്പ്യൂട്ടറിൽ കാണിക്കും. 3D ആനിമേഷനായിട്ടും മറ്റ് പല രീതിയിൽ. മെഡിക്കൽ സയൻസ് എത്ര മുന്നോട്ട് പോയി എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ മരിച്ച് കഴിഞ്ഞ് ഫോർമാലിനിട്ട് ഉണക്കിയ ഡെഡ് ബോഡിയുടെ ആവശ്യമില്ല. വെറുതെ അതിലൊന്ന് തൊട്ട് നോക്കാം എന്നേ ഉള്ളൂ. ബട്ട് തൊട്ട് നോക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലേ? ആണ്. ഒരു മൃതദേഹത്തിൽ തൊടാനുള്ള അറപ്പൊക്കെ ഡോക്ടർമാർക്ക് മാറണമല്ലോ. അതിന് പോലും ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹ്യൂമൻ ബോഡി ഉണ്ട്. യു വിൽ ഫീൽ ഇറ്റ് ലൈക്ക് എ ഹ്യൂമൻ ബോഡി. ആബ്സല്യൂട്ട്ലി. അങ്ങനെ തുടിക്കുന്ന മനുഷ്യൻ ഇപ്പോഴേ മരിച്ചതേ ഉള്ളൂ. ചൂട് കുറഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ ഇപ്പോഴുണ്ട്. അവർക്ക് പഠിക്കാൻ വി ഡോണ്ട് നീഡ്. പിന്നെയും എല്ലാ ഹോസ്പിറ്റലിലും മാൻഡേറ്ററി ആയിട്ട് ഡെഡ് ബോഡി ഉണ്ട് പഠിക്കാൻ. ഇപ്പോൾ അതിന് ഷോർട്ടേജ് ഇല്ല. അതുകൊണ്ട് വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട. ആകെ ചെയ്യാവുന്നത്, ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പുണ്യകർമ്മം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുക. കണ്ണ് ഡൊണേറ്റ് ചെയ്യുക. തലച്ചോറിന് ക്ഷതം പറ്റിയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മറ്റ് ഹൃദയം ഇതുപോലുള്ളത് വളരെ പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ കിട്ടിയാൽ ഭാഗ്യം. ഇപ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, ഉടനെ ആശുപത്രി കൊണ്ടുപോകുന്നു. വീട്ടുകാർ പറയുന്നു ഇയാൾ മരിക്കും ഉറപ്പാണ്, ബ്രെയിൻ ഈസ് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു, തിരിച്ചു വരാനേ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശരി, ഇയാളുടെ കിഡ്നി അത് ഇതൊക്കെ എടുക്കാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അവയവങ്ങൾക്കൊന്നും ഉപയോഗമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കണ്ണ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതായിരുന്നു ആശുപത്രിക്കാർ ഈ വൃദ്ധന് കൊടുത്ത ഉപദേശം. അപ്പോൾ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു മൃതദേഹത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയൊന്നും അല്ല എന്ന് സാരം. അങ്ങനെയുള്ള ഒരു കോളേജിനെ കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കാൻ മാത്രമേ ഇത്തരം പിടിവാശികൾ ഉപകരിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ നോക്കൂ, ആ കോളേജ് പ്രിൻസിപ്പൽ അദ്ദേഹമാണ് അതോറിറ്റി എന്ന് ഞാൻ കരുതുന്നു. അതല്ലെങ്കിൽ ഏതാ ഓഫീസർ എന്ന് വെച്ചാൽ അദ്ദേഹം ഇൻവേരിയബിളി ഒരു ഡോക്ടറായിരിക്കും. ഈ ഡോക്ടർ ഈ ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യണം ഒരു ആക്റ്റിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഹൈക്കോടതി സ്മൂത്തായിട്ട് ഒഴിയുകയും ചെയ്ത്, ഞാൻ ഹൈക്കോടതിയെ കുറ്റം പറയുകയില്ല, ആക്റ്റിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ച് ചെയ്തോ എന്ന് പറഞ്ഞ് ഹൈക്കോടതി വിട്ടിരിക്കുന്നു. ഇവർക്ക് ഒബ്ജക്ഷനുണ്ട്. അതും കൂടെ കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ യുക്തമായ തീരുമാനം എടുത്തു വന്നു. ഈ യുക്തമായ തീരുമാനം ഈ മനുഷ്യൻ എങ്ങനെ എടുക്കും? മനസമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറുടെ മനസമാധാനം നശിപ്പിക്കുകയും ഉറക്കം കെടുത്തുകയും ചെയ്ത ഒരു വിധി. പക്ഷേ ഹൈക്കോടതിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഈ പന്ത്, ഈ ഒരു കീറാമുട്ടി ഈ ഡോക്ടറുടെ മുമ്പിലിരിക്കുന്നു. എന്ത് ചെയ്യും? ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഞാൻ ഈ ആത്മകഥ നോക്കി ഇതിലിങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ബട്ട് ഇത് എഴുതിയിരിക്കുന്നത് മുഴുവൻ വിവാഹത്തെ പറ്റിയാണ്, മൃതദേഹത്തെ പറ്റിയല്ല. ഞാനാകെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഇൻക്ലിനേഷൻ സഭയുമായിട്ട് ഏറ്റുമുട്ടണോ വേണ്ടയോ എന്നുള്ളതിൽ വേണ്ട, സഭയ്ക്ക് കീഴടങ്ങി പോകാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇപ്പോഴും കർത്തൃക്കടവ് പാരിഷ് ചർച്ചിൻ്റെ മെമ്പറാണ് MM ലോറൻസ് മരിക്കുന്നത് വരെ. അപ്പോൾ സ്വാഭാവികമായ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ
എം ലോറൻസിനെ അടക്കം ചെയ്യേണ്ടത് പള്ളിയിലാണ്. എന്നാൽ നിയമപരമായിട്ട് സജീവനും കൂട്ടർക്കും ഒരു പോയിൻ്റുണ്ട്. ഈ അനാട്ടമി ആക്റ്റിൽ 2 പേരോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊരു സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞാൽ അത് നിഷേധിക്കുന്നത് എങ്ങനെ? അവരെയും നമ്മൾ വിശ്വസിക്കണമല്ല. ആശാ ലോറൻസിനെയും വിശ്വസിക്കണം, ഇവരെയും വിശ്വസിക്കണം. ഈ ധർമ്മസങ്കടത്തിലാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഓഫീസറോ എത്തിപ്പെട്ടിരിക്കുന്നത്. നിർഭാഗ്യകരമായിപ്പോയി, വളരെ നിർഭാഗ്യകരമായിപ്പോയി. ഏതായാലും എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. താങ്ക് യു.